നമസ്കാരം. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററാണ് ജനാധിപത്യം, അർത്ഥവും വ്യാപ്തിയും. 3 ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, അത് കാണാത്തവർ കാണുക. അപ്പോൾ അടുത്ത ചാപ്റ്റർ ജനാധിപത്യം, അർത്ഥവും വ്യാപ്തിയും. ഞാനൊരു സംഭാഷണം കൊടുത്തിട്ടുണ്ട്. എനിക്ക് 18 വയസ്സ് പൂർത്തിയായി. എൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത തിരഞ്ഞെടുപ്പിന് എനിക്ക് വോട്ട് ചെയ്യാം. എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്? ജനാധിപത്യത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്താണ് ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുപ്പിനുള്ള പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന സംഭാഷണമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് സംഭാഷണത്തിൽ നിന്നും വ്യക്തമാകുന്നത്? തിരഞ്ഞെടുപ്പും തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റും എന്നാണ് ജനാധിപത്യത്തെക്കുറിച്ചുള്ള സാധാരണ സങ്കല്പം. എന്നാൽ ഇത് മാത്രമുണ്ടെങ്കിൽ ആ വ്യവസ്ഥയെ നമുക്ക് ജനാധിപത്യം എന്ന് വിളിക്കാൻ കഴിയുമോ? ഇല്ല എന്ന് പറയാം. കാരണം തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന സ്വേച്ഛാധിപതികളും ചരിത്രത്തിലുണ്ട്. എന്താണ് ജനാധിപത്യം? ജനാധിപത്യം ഒരു ഭരണ സംവിധാനം എന്നതിനോടൊപ്പം ഒരു മൂല്യം കൂടിയാണ്. സ്വാതന്ത്ര്യം, സമത്വം, നീതി, അവകാശങ്ങൾ തുടങ്ങിയ ആശയങ്ങളുടെ അടിത്തറയിൽ പണിതുയർത്തിയിട്ടുള്ളതാണ് ജനാധിപത്യം. ഈ മൂല്യങ്ങളെ മാനിക്കുകയും അവയുടെ മേൽ കടന്നുകയറ്റം നടത്താതിരിക്കുകയും ചെയ്യുന്ന ഗവൺമെൻറ്റുകളാണ് ജനാധിപത്യത്തിലുള്ളത്. അതായത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പരിധിയുണ്ടെന്നർത്ഥം. ഭരണഘടനയാണ് ഈ പരിധികൾ കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആധുനിക ജനാധിപത്യത്തെ നമുക്ക് ഭരണഘടനാ വ്യവസ്ഥ എന്നും വിളിക്കാം. സുദീർഘമായ പ്രക്രിയയിലൂടെയാണ് നാം ഇന്നു കാണുന്ന ജനാധിപത്യം രൂപപ്പെട്ടിട്ടുള്ളത്. ജനാധിപത്യത്തിൻ്റെ വികാസ പരിണാമങ്ങൾ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ എന്താണ് ജനാധിപത്യം എന്ന് പറയുന്നത്? ജനാധിപത്യം ഒരു ഭരണ സംവിധാനം എന്നതിനോടൊപ്പം ഒരു മൂല്യം കൂടിയാണ്. സ്വാതന്ത്ര്യം, സമത്വം, നീതി, അവകാശങ്ങൾ തുടങ്ങിയ ആശയങ്ങളുടെ അടിത്തറയിൽ പണിതുയർത്തിയിട്ടുള്ളതാണ് ജനാധിപത്യം. ഈ മൂല്യങ്ങളെ മാനിക്കുകയും അവയുടെ മേൽ കടന്നുകയറ്റം നടത്താതിരിക്കുകയും ചെയ്യുന്ന ഗവൺമെൻറ്റുകളാണ് ജനാധിപത്യത്തിലുള്ളത്. അതായത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പരിധിയുണ്ടെന്നർത്ഥം. ഭരണഘടനയാണ് ഈ പരിധികൾ കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആധുനിക ജനാധിപത്യത്തെ നമുക്ക് ഭരണഘടനാ വ്യവസ്ഥ എന്നും വിളിക്കാം. സുദീർഘമായ പ്രക്രിയയിലൂടെയാണ് നാം ഇന്നു കാണുന്ന ജനാധിപത്യം രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ പരിണാമം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ആദ്യം ഗ്രീസ്, ജനാധിപത്യത്തിൻ്റെ ജന്മദേശം. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ഗ്രീസാണ്. ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഉത്ഭവം പുരാതന ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളിലായിരുന്നു. ഏതൻസ് ആണ് ഈ നഗരരാഷ്ട്രങ്ങളിൽ ഏറ്റവും പ്രമുഖമായത്. ജനങ്ങൾ എന്ന അർത്ഥം വരുന്ന ഡെമോസ്, അധികാരം എന്നർത്ഥം വരുന്ന ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ജനങ്ങളുടെ അധികാരം എന്നർത്ഥം വരുന്ന ഡെമോക്രസി എന്ന വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത്. അവ ജനങ്ങൾ എന്നർത്ഥം വരുന്ന ഡെമോസ്, അധികാരം എന്നർത്ഥം വരുന്ന ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഡെമോക്രസി എന്ന വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത്. വ്യക്തി സ്വാതന്ത്ര്യത്തെയും വ്യക്തിയുടെ കഴിവിനെയും വിലമതിച്ചിരുന്ന സംസ്കാരമായിരുന്നു ഏതൻസിലുണ്ടായിരുന്നത്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന എല്ലാ തീരുമാനവും എടുത്തിരുന്നത് പൗരർ നേരിട്ടാണ്. അതുപോലെ സൈനിക മേധാവികളെയും ന്യായാധിപരെയും ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്തിരുന്നു. ഇങ്ങനെ ഭരണത്തിലും നിയമനിർമ്മാണത്തിലും ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയെ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് വിളിക്കുന്നു. എന്നാൽ ഏതൻസിൽ നിലനിന്നിരുന്ന ജനാധിപത്യ സംവിധാനത്തിൽ അടിമകൾക്കും സ്ത്രീകൾക്കും പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പരിമിതി. അപ്പോൾ ഗ്രീസിലെ ഏതൻസിൽ നിലനിന്നിരുന്നത് പ്രത്യക്ഷ ജനാധിപത്യ വ്യവസ്ഥയായിരുന്നു. നമുക്ക് പ്രത്യക്ഷ ജനാധിപത്യം സമകാലിക ലോകത്തെ എങ്ങനെ നോക്കാം. പ്രത്യക്ഷ ജനാധിപത്യം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ലോകത്തൊരിടത്തും ഇപ്പോൾ കാണാൻ കഴിയില്ല. എങ്കിലും അതിൻ്റെ ചില ഉപാധികൾ ചില ജനാധിപത്യ വ്യവസ്ഥകളിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ ഏതൊക്കെ? ജനഹിത പരിശോധന, തിരിച്ചുവിളിക്കൽ, അഭിക്രമം, മുൻകൈയെടുക്കൽ. ജനഹിത പരിശോധന: നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങൾ ജനങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിച്ച് വോട്ടെടുപ്പ് നടത്തുന്ന പ്രക്രിയയാണ് ജനഹിത പരിശോധന. തിരിച്ചുവിളിക്കൽ: ജനപ്രതിനിധികളെ അവരുടെ പ്രവർത്തനം മോശമാകുമ്പോൾ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്ന പ്രക്രിയ. ഒരു നിശ്ചിത ശതമാനം വോട്ടർമാർ രേഖാമൂലം ആവശ്യപ്പെടുന്നതിലൂടെയാണ് ഇത് നടപ്പിലാക്കുന്നത്. അഭിക്രമം: വളരെ ഗൗരവമേറിയ പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയുന്നതിനുള്ള മാർഗമാണ് അഭിക്രമം. മുൻകൈയെടുക്കൽ: നിയമനിർമ്മാണത്തിൽ ജനങ്ങൾ നേരിട്ട് ഇടപെടാനുള്ള മാർഗം. തങ്ങൾ ആഗ്രഹിക്കുന്ന നിയമത്തിൻ്റെ കരട് രൂപവും പൂർണ്ണരൂപവും നിയമനിർമ്മാണ സഭയ്ക്ക് സമർപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ. ജനഹിത പരിശോധന, തിരിച്ചുവിളിക്കൽ, അഭിക്രമം, മുൻകൈയെടുക്കൽ എന്നിവയ്ക്ക്. ഇതിലൊക്കെ ജനങ്ങളെ നേരിട്ട് പങ്കുകൊള്ളിച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നു. പ്രത്യക്ഷ ജനാധിപത്യ ഉപാധികൾ നിലവിലുള്ള രാഷ്ട്രമാണ് സ്വിറ്റ്സർലൻഡ്. രാജ്യവിസ്തൃതിയും ജനസംഖ്യയും വർദ്ധിച്ചതോടെ ഗ്രീക്ക് മാതൃകയിലുള്ള പ്രത്യക്ഷ ജനാധിപത്യം പ്രായോഗികമല്ലാതായി. അങ്ങനെയാണ് ഭരണം നടത്തുന്നതിന് വേണ്ടി ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യ സമ്പ്രദായം സ്വീകരിച്ചത്. ഈ സമ്പ്രദായത്തിൻ്റെ പ്രത്യേകതകൾ പരിശോധിക്കാം. പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം. ഇൻഡയറക്റ്റ് ഡെമോക്രസി ഓർ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. ഭരണം നടത്തുന്നതിന് ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായമാണ് പ്രാതിനിധ്യ ജനാധിപത്യം അഥവാ പരോക്ഷ ജനാധിപത്യം. നമ്മുടെ ഇന്ത്യയിൽ അതാണ് നടന്നുകൊണ്ടിരുന്നത്. ഇന്ത്യയിൽ അതാണ് ഇപ്പോൾ
നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പരിചിതമായ പ്രാതിനിധ്യ ജനാധിപത്യത്തിൻ്റെ തുടക്കം 18-19 നൂറ്റാണ്ടുകളിലെ യൂറോപ്പിലാണ്. ബ്രിട്ടനിലെ പാർലമെൻറ്റിൻ്റെ വളർച്ച പ്രാതിനിധ്യ ജനാധിപത്യ വ്യവസ്ഥയുടെ ഉദയത്തിന് കാരണമായി. അപ്പോൾ ഈ പ്രാതിനിധ്യ ജനാധിപത്യ സമ്പ്രദായം നമുക്ക് തുടക്കം യൂറോപ്പിലാണ്. അതായത് ബ്രിട്ടനിലെ പാർലമെൻറ്റിൻ്റെ വളർച്ച പ്രാതിനിധ്യ ജനാധിപത്യ വ്യവസ്ഥയുടെ ഉദയത്തിന് കാരണമായി. രാജവാഴ്ചയുമായുള്ള നിരന്തര ഏറ്റുമുട്ടലിലൂടെയാണ് ബ്രിട്ടീഷ് പാർലമെൻ്ററി ജനാധിപത്യം ശക്തി പ്രാപിക്കുന്നത്. പാർലമെൻറ്റിനോട് കൂട്ടുത്തരവാദിത്വമുള്ള മന്ത്രിസഭയാണ് പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണം നടത്തുന്നത്. പ്രായപൂർത്തി, വോട്ടവകാശവും പൗരാവകാശങ്ങളും ബ്രിട്ടീഷ് പാർലമെൻ്ററി ജനാധിപത്യ ചരിത്രത്തിലെ നാഴികക്കല്ലുകളാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങളും പ്രാതിനിധ്യ ജനാധിപത്യ മൂല്യങ്ങൾക്ക് മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഭരണം നടത്തുന്നതിന് ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായമാണ് പ്രാതിനിധ്യ ജനാധിപത്യം അഥവാ പരോക്ഷ ജനാധിപത്യം. നമുക്ക് പരിചിതമായ പ്രാതിനിധ്യ ജനാധിപത്യത്തിൻ്റെ തുടക്കം 18-19 നൂറ്റാണ്ടുകളിലെ യൂറോപ്പിലാണ്. ബ്രിട്ടനിലെ പാർലമെൻറ്റിൻ്റെ വളർച്ച പ്രാതിനിധ്യ ജനാധിപത്യ വ്യവസ്ഥയുടെ ഉദയത്തിന് കാരണമായി. രാജവാഴ്ചയുമായുള്ള നിരന്തര ഏറ്റുമുട്ടലിലൂടെയാണ് ബ്രിട്ടീഷ് പാർലമെൻ്ററി ജനാധിപത്യം ശക്തി പ്രാപിക്കുന്നത്. പാർലമെൻറ്റിനോട് കൂട്ടുത്തരവാദിത്വമുള്ള മന്ത്രിസഭയാണ് പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണം നടത്തുന്നത്. പ്രായപൂർത്തി, വോട്ടവകാശവും പൗരാവകാശങ്ങളും ബ്രിട്ടീഷ് പാർലമെൻ്ററി ജനാധിപത്യ ചരിത്രത്തിലെ നാഴികക്കല്ലുകളാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങളും പ്രാതിനിധ്യ ജനാധിപത്യ മൂല്യങ്ങൾക്ക് മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ താരതമ്യം ചെയ്ത് പട്ടിക പൂർത്തിയാക്കാനാണ് പറയുന്നത്. പ്രത്യക്ഷ ജനാധിപത്യം ജനങ്ങൾ നേരിട്ട് ഭരണം നടത്തുന്നു. പരോക്ഷ ജനാധിപത്യത്തിൽ ജനങ്ങൾ പ്രതിനിധികളിലൂടെ ഭരണം നടത്തുന്നു. അടുത്ത പാർലമെൻ്ററി വ്യവസ്ഥയും പ്രസിഡൻഷ്യൽ വ്യവസ്ഥയും. ജനാധിപത്യ ഭരണവ്യവസ്ഥയിൽ 2 മാതൃകകളാണ് പ്രചാരത്തിലുള്ളത്: പാർലമെൻ്ററി വ്യവസ്ഥയും പ്രസിഡൻഷ്യൽ വ്യവസ്ഥയും. കാര്യനിർവഹണ വിഭാഗത്തിന് നിയമനിർമ്മാണ സഭയുമായുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയാണ് ജനാധിപത്യ വ്യവസ്ഥയെ ഈ രീതിയിൽ തരംതിരിച്ചിരിക്കുന്നത്. അവയുടെ സവിശേഷതകൾ പരിശോധിക്കാം. പാർലമെൻ്ററി വ്യവസ്ഥയുടെ സവിശേഷതകൾ. കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുന്നു. രാഷ്ട്രത്തലവൻ്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും. രാജാവോ രാജ്ഞിയോ പ്രസിഡന്റോ ആയിരിക്കും രാഷ്ട്രത്തലവൻ. ഭരണത്തലവൻ പ്രധാനമന്ത്രിയായിരിക്കും. നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോടെ കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കും. അപ്പോൾ പാർലമെൻ്ററി വ്യവസ്ഥയുടെ സവിശേഷതകൾ: കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുന്നു. രാഷ്ട്രത്തലവൻ്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും. രാജാവോ രാജ്ഞിയോ പ്രസിഡന്റോ ആയിരിക്കും രാഷ്ട്രത്തലവൻ. ഭരണത്തലവൻ പ്രധാനമന്ത്രിയായിരിക്കും. നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയുടെ കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് പാർലമെൻ്ററി വ്യവസ്ഥയുടെ സവിശേഷതകൾ. ഇനി പ്രസിഡൻഷ്യൽ വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം. പ്രസിഡൻഷ്യൽ വ്യവസ്ഥയിൽ കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ സഭയും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രത്തലവനും ഭരണത്തലവനും പ്രസിഡന്റായിരിക്കും. എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും പ്രസിഡന്റിൽ നിക്ഷിപ്തമായിരിക്കും. പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്നു. പ്രസിഡന്റിന് നിയമനിർമ്മാണ സഭയുടെ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ പ്രസിഡൻഷ്യൽ വ്യവസ്ഥയിലെ കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ സഭയും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രതലവനും ഭരണത്തലവനും പ്രസിഡന്റായിരിക്കും. എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും പ്രസിഡന്റിൽ നിക്ഷിപ്തമായിരിക്കും. പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്നു. പ്രസിഡന്റിന് നിയമനിർമ്മാണ സഭയുടെ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുകയില്ല. ഇവിടെ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം പറഞ്ഞിട്ട് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പാർലമെൻ്ററി സംവിധാനത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയുടെ കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കും. ഓരോ മന്ത്രിയും അവരുടെ വകുപ്പിനെ സംബന്ധിച്ചെടുക്കുന്ന തീരുമാനങ്ങളിൽ മന്ത്രിസഭയ്ക്ക് കൂട്ടായ ഉത്തരവാദിത്തമാണുള്ളത്. പാർലമെൻ്ററി സംവിധാനത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയുടെ കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കും. ഓരോ മന്ത്രിയും അവരുടെ വകുപ്പിനെ സംബന്ധിച്ചെടുക്കുന്ന തീരുമാനങ്ങളിൽ മന്ത്രിസഭയ്ക്ക് കൂട്ടായ ഉത്തരവാദിത്തമാണുള്ളത്. അപ്പോൾ പാർലമെൻ്ററി വ്യവസ്ഥയും പ്രസിഡൻഷ്യൽ വ്യവസ്ഥയും. പാർലമെൻ്ററി വ്യവസ്ഥ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് പാർലമെൻ്ററി വ്യവസ്ഥയാണ്. അമേരിക്കയെ ഫോളോ ചെയ്യുന്നത് പ്രസിഡൻഷ്യൽ വ്യവസ്ഥയാണ്. അപ്പം ജനാധിപത്യ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് നിരവധി ഘടകങ്ങൾ ഒത്തുചേർന്ന് വരേണ്ടതുണ്ട്. അവയിൽ ചിലത് പരിചയപ്പെടാം. ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങൾ. സ്വാതന്ത്ര്യം. ജനാധിപത്യം ഒരു രാഷ്ട്രീയ സാമൂഹിക ക്രമമായി നിലനിൽക്കാൻ ആവശ്യമായ ഘടകങ്ങളിൽ ഒന്നാണ് സ്വാതന്ത്ര്യം. നിയന്ത്രണങ്ങളുടെ അഭാവം എന്നതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ നിർവചനം. അതായത് വ്യക്തികളുടെ മേൽ ബാഹ്യ നിയന്ത്രണങ്ങൾ ഇല്ലാത്ത അവസ്ഥ. സ്വാതന്ത്ര്യത്തിന് ക്രിയാത്മകമായ ഒരു തലം കൂടിയുണ്ട്. ഈ അർത്ഥത്തിൽ വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള അവസരം ലഭ്യമാകുന്ന അവസ്ഥയെയും സ്വാതന്ത്ര്യമായി നിർവചിക്കാം. സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ. ഇതിൽ ജനാധിപത്യത്തിൻ്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്.
ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നത് സ്വാതന്ത്ര്യമാണ്. ജനാധിപത്യം ഒരു രാഷ്ട്രീയ സാമൂഹിക ക്രമമായി നിലനിൽക്കാൻ ആവശ്യമായ ഘടകങ്ങളിൽ ഒന്നാണ് സ്വാതന്ത്ര്യം. നിയന്ത്രണങ്ങളുടെ അഭാവം എന്നതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ നിർവചനം. അതായത് വ്യക്തികളുടെ മേൽ ബാഹ്യ നിയന്ത്രണങ്ങൾ ഇല്ലാത്ത അവസ്ഥ. സ്വാതന്ത്ര്യത്തിന് ക്രിയാത്മകമായ ഒരു തലം കൂടിയുണ്ട്. ഈ അർത്ഥത്തിൽ വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള അവസരം ലഭ്യമാക്കുന്ന അവസ്ഥയെയും സ്വാതന്ത്ര്യമായി നിർവചിക്കാം. സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ. ഇതിൽ ജനാധിപത്യത്തിൻ്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യം? ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ട് ചില പ്രശസ്ത വ്യക്തികൾ പറഞ്ഞ വേർഡ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു, പക്ഷേ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിനായി മരണം വരെ ഞാൻ പോരാടും. വോൾട്ടെയർ പറഞ്ഞതാണ്, നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു, പക്ഷേ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിനായി മരണം വരെ ഞാൻ പോരാടും. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ. മനുഷ്യർ വിവിധ രീതികളിൽ അവരുടെ ആശയങ്ങൾ ആവിഷ്കരിക്കാറുണ്ട്. ആശയപ്രകടനത്തിന് വ്യക്തികൾ ഉപയോഗിക്കുന്ന പ്രാഥമികമായ മാർഗം സംഭാഷണമാണല്ലോ. ഒരു സംവിധായകനെ സംബന്ധിച്ച് സിനിമയാണ് ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള മാർഗം. എഴുത്തുകാരൻ പുസ്തകങ്ങളിലൂടെയാണ് തൻ്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നത്. അവ നിരോധിക്കപ്പെട്ടാൽ ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെയാണ് നിഷേധിക്കുന്നത്. ആശയങ്ങളുടെ അഭിപ്രായങ്ങളുടെയും പങ്കുവയ്ക്കലും വിലയിരുത്തലും ജനാധിപത്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ജെ.എസ്. മില്ലിൻ്റെ അഭിപ്രായത്തിൽ ഒരാശയവും പൂർണ്ണമായും തെറ്റല്ല. തെറ്റെന്ന് നമുക്ക് തോന്നുന്നതിലും സത്യത്തിൻ്റെ അംശങ്ങൾ ഉണ്ടാകാം. തെറ്റെന്ന് തോന്നുന്ന ഒരാശയത്തെ നമ്മൾ നിരോധിക്കുന്നതിൽ അതിൽ അടങ്ങിയിരിക്കുന്ന സത്യത്തെ കൂടിയാണ് നമുക്ക് നഷ്ടമാകുന്നത്. ജെ.എസ്. മില്ലിൻ്റെ അഭിപ്രായത്തിൽ ഒരാശയവും പൂർണ്ണമായും തെറ്റല്ല. തെറ്റെന്ന് നമുക്ക് തോന്നുന്നതിലും സത്യത്തിൻ്റെ അംശങ്ങൾ ഉണ്ടാകാം. തെറ്റെന്ന് തോന്നുന്ന ഒരാശയത്തെ നമ്മൾ നിരോധിക്കുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന സത്യത്തെ കൂടിയാണ് നമുക്ക് നഷ്ടമാകുന്നത്. അപ്പോൾ ആവിഷ്കാര വോൾട്ടെയറിൻ്റെയും ജെ.എസ്. മില്ലിൻ്റെയും വേർഡ്സ് നോക്കി വയ്ക്കുക. അടുത്തത് സ്വാതന്ത്ര്യവും നിയന്ത്രണങ്ങളും. നിയന്ത്രണങ്ങളുടെ അഭാവത്തിൽ സ്വാതന്ത്ര്യം പൂർണ്ണമല്ല. അതുകൊണ്ട് വ്യക്തികൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ചില നിർദ്ദേശങ്ങളും ചട്ടങ്ങളും സാമൂഹ്യ ജീവിതത്തിന് ആവശ്യമാണ്. ഇത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റത്തെ നിയന്ത്രിക്കുന്നു. ഓരോ വ്യക്തിയും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ഒരു വ്യവസ്ഥയിൽ മാത്രമേ സ്വാതന്ത്ര്യം എന്ന മൂല്യം അർത്ഥപൂർണ്ണമാക്കുകയുള്ളൂ. സ്വന്തം അഭിപ്രായങ്ങളും വിശ്വാസങ്ങളും മറ്റുള്ളവരുടേതിനേക്കാൾ പ്രബലമാണെന്നുള്ള ധാരണ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ നിയമപരവും രാഷ്ട്രീയവുമായ നിയന്ത്രണങ്ങൾ ആവശ്യമായി വരുന്നു. അവ സ്വാതന്ത്ര്യവും നിയന്ത്രണങ്ങളുടെ അഭാവത്തിൽ സ്വാതന്ത്ര്യം പൂർണ്ണമല്ല. അതുകൊണ്ട് വ്യക്തികൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ചില നിർദ്ദേശങ്ങളും ചട്ടങ്ങളും സാമൂഹ്യ ജീവിതത്തിന് ആവശ്യമാണ്. ഇത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റത്തെ നിയന്ത്രിക്കുന്നു. ഓരോ വ്യക്തിയും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ഒരു വ്യവസ്ഥയിൽ മാത്രമേ സ്വാതന്ത്ര്യം എന്ന മൂല്യം അർത്ഥപൂർണ്ണമാകുകയുള്ളൂ. സ്വന്തം അഭിപ്രായങ്ങളും വിശ്വാസങ്ങളും മറ്റുള്ളവരുടേതിനേക്കാൾ പ്രബലമാണെന്നുള്ള ധാരണ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ നിയമപരവും രാഷ്ട്രീയവുമായ നിയന്ത്രണങ്ങൾ ആവശ്യമായി വരുന്നു. ഇനി അടുത്തത് ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട മൂല്യമാണ് സമത്വം അഥവാ ഈക്വാളിറ്റി. ജനാധിപത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട മൂല്യമാണ് സമത്വം. മതം, വർണ്ണം, ലിംഗം, വംശം, ഭാഷ, ദേശീയത എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനങ്ങൾക്ക് അതീതമായി ലോകത്തുള്ള എല്ലാ മനുഷ്യരും അതുല്യരും മൂല്യമുള്ളവരുമാണെന്നുള്ള കാഴ്ചപ്പാടാണ് സമത്വം. സാർവത്രിക മനുഷ്യാവകാശം എന്ന ആശയത്തിന് പിന്നിലുള്ളതും സമത്വം തന്നെയാണ്. എന്നാൽ എല്ലാവരെയും എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ പരിഗണിക്കണം എന്നല്ല സമത്വം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനനുസരിച്ച് വ്യത്യസ്ത പരിഗണനകൾ കൊടുക്കുന്നത് സമത്വം എന്ന ആശയത്തിൻ്റെ ലംഘനമാണെന്ന് പറയാൻ കഴിയില്ല. ഉദാഹരണമായി സാഹിത്യത്തിന് കൊടുക്കുന്ന പുരസ്കാരമോ കായിക രംഗത്തെ മികച്ച പ്രകടനത്തിന് കൊടുക്കുന്ന മെഡലോ അസമത്വമായി കാണാൻ കഴിയില്ല. വ്യത്യസ്തമായ പരിഗണനകൾ നൽകുന്നത് വഴി സമത്വത്തിന് കൂടുതൽ വിശാലമായ അർത്ഥം ലഭിക്കുന്നു. ജനാധിപത്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മൂല്യങ്ങളിൽ ഒന്നാണ് സമത്വം. അത് മതം, വർണ്ണം, ലിംഗം, വംശം, ഭാഷ, ദേശീയത എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനങ്ങൾക്ക് അതീതമായി ലോകത്തുള്ള എല്ലാ മനുഷ്യരും അതുല്യരും മൂല്യമുള്ളവരുമാണെന്നുള്ള കാഴ്ചപ്പാടാണ് സമത്വം. സാർവത്രിക മനുഷ്യാവകാശം എന്ന ആശയത്തിന് പിന്നിലുള്ളതും സമത്വം തന്നെയാണ്. എന്നാൽ എല്ലാവരെയും എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ പരിഗണിക്കണം എന്നല്ല സമത്വം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനനുസരിച്ച് വ്യത്യസ്ത പരിഗണനകൾ കൊടുക്കുന്നത് സമത്വം എന്ന ആശയത്തിൻ്റെ ലംഘനമാണ് എന്ന് പറയാൻ കഴിയില്ല. ഉദാഹരണമായി സാഹിത്യത്തിന് കൊടുക്കുന്ന പുരസ്കാരമോ കായിക രംഗത്തെ മികച്ച പ്രകടനത്തിന് കൊടുക്കുന്ന മെഡലോ അസമത്വമായി കാണാൻ കഴിയില്ല. വ്യത്യസ്തമായ പരിഗണനകൾ നൽകുന്നത് വഴി സമത്വത്തിന് കൂടുതൽ വിശാലമായി അർത്ഥം ലഭിക്കുന്നു. സമത്വത്തിന് 3 മാനങ്ങളുണ്ട്. രാഷ്ട്രീയ സമത്വം, സാമൂഹിക സമത്വം, സാമ്പത്തിക സമത്വം എന്നിങ്ങനെയാണവ. രാഷ്ട്രീയ സമത്വത്തിൽ പെടുന്നവയാണ് വോട്ടവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശം. സാമൂഹിക സമത്വം എന്നതിൽ വരുന്നത് വിവേചനങ്ങളുടെ അഭാവം, തുല്യ പദവി, തുല്യ അവസരങ്ങൾ എന്നിവ.
സാമ്പത്തിക സമത്വം, തൊഴിലവകാശം, തുല്യ ജോലിക്ക് തുല്യവേതനം, വിശ്രമത്തിനുള്ള അവകാശം എന്നിവ സാമ്പത്തിക സമത്വത്തിൽ വരുന്നതാണ്. അപ്പോൾ 3 തരം സമത്വങ്ങളാണുള്ളത്: രാഷ്ട്രീയ സമത്വം, സാമൂഹിക സമത്വം, സാമ്പത്തിക സമത്വം എന്നിവ. അടുത്തത് നീതി. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് നീതി. കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ് നീതി സങ്കല്പം. മനുഷ്യർ എന്ന നിലയിൽ എല്ലാ വ്യക്തികൾക്കും തുല്യവും അർഹമായതുമായ പരിഗണന നൽകുക എന്നതാണ് ആധുനിക കാഴ്ചപ്പാടിൽ നീതിയുടെ പൊരുൾ. നീതിയുടെ 3 തത്വങ്ങളാണ്: തുല്യരോട് തുല്യ പരിഗണന, ഈക്വൽ ട്രീറ്റ്മെന്റ് ഫോർ ഈക്വൽസ്, ആനുപാതിക നീതി, പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കൽ എന്നിവ. തുല്യരോട് തുല്യ പരിഗണന എന്ന് പറഞ്ഞാൽ മനുഷ്യർ എന്ന നിലയിൽ എല്ലാ വ്യക്തികളും തുല്യ അവകാശങ്ങളും തുല്യ പരിഗണനയും അർഹിക്കുന്നു. വർഗം, ജാതി, മതം, ലിംഗം, വംശം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല. ആനുപാതിക നീതി. ഓരോരുത്തരുടെയും കഴിവിനും സംഭാവനയ്ക്കും ആനുപാതികമായിരിക്കണം നീതി. ഓരോരുത്തരെയും അവരവരുടെ കഴിവിനനുസരിച്ച് പ്രത്യേകം പരിഗണിക്കുന്നതിൽ അനീതിയില്ല. പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കൽ. അസമത്വം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്കും പിന്നാക്കം നിൽക്കുന്നവർക്കും പ്രത്യേക അവകാശങ്ങൾ നൽകിയാലേ തുല്യത അനുഭവിക്കാൻ കഴിയും. തുല്യത ഉറപ്പാക്കുന്നതിന് സംവരണം പോലുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം. അപ്പോൾ നീതിയുടെ 3 തത്വങ്ങളാണ്: തുല്യരോട് തുല്യ പരിഗണന, ആനുപാതിക നീതി, പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കൽ. അപ്പോൾ എല്ലാവരെയും തുല്യരായി കാണണമെങ്കിലും ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ചിട്ട് ആനുപാതികമായിരിക്കുന്ന നീതിയും, അതായത് ഓരോരുത്തരുടെ കഴിവുള്ളവരെ അംഗീകരിക്കാനും പ്രത്യേക പരിഗണന നൽകാനുമൊക്കെ പ്രത്യേക പരിഗണന നൽകുന്നതൊന്നും നീതികേടല്ല എന്നാണ് പറയുന്നത്. പിന്നെ അസമത്വം നിലനിൽക്കുന്ന സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്ക് പിന്നോക്കം നിൽക്കുന്നവർക്കൊക്കെ പ്രത്യേക അവകാശങ്ങൾ നൽകിയാൽ മാത്രമേ സമൂഹത്തിൽ തുല്യത നിലനിർത്താൻ കഴിയൂ. അപ്പം അവരെ മാത്രം സംവരണം നൽകുന്നതും അവർക്ക് പ്രത്യേക കഴിവുകൾ പ്രത്യേക അവകാശങ്ങൾ നൽകുന്നതൊന്നും നീതികേടല്ല എന്നും പറയുന്നു. അവകാശങ്ങൾ. ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അവകാശങ്ങൾ അത്യന്താപേക്ഷിതമാണ്. മനുഷ്യരെന്ന നിലയ്ക്ക് അന്തസ്സുറ്റതും അർത്ഥപൂർണവുമായ ജീവിതം നയിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ. നാം ആഗ്രഹിക്കുന്നതും താല്പര്യപ്പെടുന്നതുമായ എല്ലാം അവകാശമല്ല, അത് കേവലം അവകാശവാദം മാത്രമാണ്. നിയമപരമായി അംഗീകരിക്കാനുള്ള അവകാശവാദങ്ങളെയാണ് അവകാശമായി കണക്കാക്കുന്നത്. പല പ്രമുഖ രാഷ്ട്രീയ ചിന്തകരും അഭിപ്രായപ്പെടുന്നത് അവകാശങ്ങൾ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിന് മുമ്പേ ഉത്ഭവിച്ചതും പ്രകൃതിദത്തവുമാണെന്നാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, ജീവിക്കാനുള്ള അവകാശം എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രകൃതിദത്ത അവകാശങ്ങൾ. അവകാശങ്ങൾക്ക് നിയമപരമായ അംഗീകാരം നൽകുന്നതിന്റെ ഭാഗമായി ഒരു അവകാശ പത്രിക മിക്ക രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 3 നൽകിയിട്ടുള്ള മൗലിക അവകാശങ്ങൾ ഇതിനുദാഹരണമാണ്. അവകാശങ്ങൾ എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അവകാശങ്ങൾ അത്യന്താപേക്ഷിതമാണ്. മനുഷ്യരെന്ന നിലയ്ക്ക് അന്തസ്സുറ്റതും അർത്ഥപൂർണമായ ജീവിതം നയിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ. നാം ആഗ്രഹിക്കുന്നതും താല്പര്യപ്പെടുന്നതുമായി എല്ലാം അവകാശമല്ല, അത് കേവലം അവകാശവാദം മാത്രമാണ്. നിയമപരമായി അംഗീകാരമുള്ള അവകാശവാദങ്ങളെയാണ് അവകാശമായി കണക്കാക്കുന്നത്. പല പ്രമുഖ രാഷ്ട്രീയ ചിന്തകരും അഭിപ്രായപ്പെടുന്നത് അവകാശങ്ങൾ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിന് മുമ്പേ ഉത്ഭവിച്ചതും പ്രകൃതിദത്തവുമാണെന്നാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, ജീവിക്കാനുള്ള അവകാശം എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രകൃതിദത്ത അവകാശങ്ങൾ. അവകാശങ്ങൾക്ക് നിയമപരമായ അംഗീകാരം നൽകുന്നതിന്റെ ഭാഗമായി ഒരു അവകാശ പത്രിക മിക്ക രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 3 നൽകിയിട്ടുള്ള മൗലിക അവകാശങ്ങൾ ഇതിനുദാഹരണമാണ്. വിവിധതരം അവകാശങ്ങൾ: രാഷ്ട്രീയ അവകാശങ്ങൾ, പൗരാവകാശങ്ങൾ, സാമ്പത്തിക അവകാശങ്ങൾ, സാംസ്കാരിക അവകാശങ്ങൾ എന്നിവയാണ്. രാഷ്ട്രീയ അവകാശങ്ങളിൽ പെടുന്നതാണ് വോട്ടവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള അവകാശം, പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കുന്നതിനുള്ള അവകാശം. പൗരാവകാശങ്ങൾ: നിയമത്തിന് മുന്നിൽ തുല്യത, സ്വാതന്ത്ര്യവും നീതിയുക്തമായ വിചാരണയ്ക്കുള്ള അവകാശം, സമ്മേളിക്കുന്നതിനും സംഘടിക്കുന്നതിനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവ. സാമ്പത്തിക അവകാശങ്ങൾ: ജോലി ചെയ്യുന്നതിനുള്ള അവകാശം, പര്യാപ്തമായി കൂലി ലഭിക്കുന്നതിനുള്ള അവകാശം, രാഷ്ട്രത്തിന്റെ വിഭവങ്ങൾക്കും സമ്പത്തിനും മേലുള്ള തുല്യ അവകാശം. സാംസ്കാരിക അവകാശങ്ങൾ: ഭാഷ, ലിപി എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം, മാതൃഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവകാശം, തദ്ദേശീയ ജനതയ്ക്ക് അവരുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനുള്ള അവകാശം. രാഷ്ട്രീയ അവകാശങ്ങൾ, പൗരാവകാശങ്ങൾ, സാമ്പത്തിക അവകാശങ്ങൾ, സാംസ്കാരിക അവകാശങ്ങൾ എന്നിങ്ങനെ ഓരോ മനുഷ്യനും ഒരു സമൂഹത്തിൽ വിവിധ തരം അവകാശങ്ങൾ പറയുന്നുണ്ട്. നിയമവാഴ്ച. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് നിയമവാഴ്ച. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമപരിരക്ഷ ലഭിക്കുമെന്നതുമാണ് നിയമവാഴ്ചയുടെ അന്തഃസത്ത. രാജ്യത്തെ പൊതു നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കും. ഒരു വിഭാഗത്തിനും പ്രത്യേക നിയമങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന പ്രക്രിയയിലൂടെയും തത്വങ്ങളുടെയും മാത്രമേ ഗവൺമെന്റിന് അതിന്റെ ചുമതലകൾ നിറവേറ്റാൻ കഴിയൂ.
റൂൾ ഓഫ് ലോ, നിയമവാഴ്ച. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് നിയമവാഴ്ച. നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമപരിരക്ഷ ലഭിക്കുമെന്നതുമാണ് നിയമവാഴ്ചയുടെ അന്തഃസത്ത. രാജ്യത്തെ പൊതു നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കും. ഒരു വിഭാഗത്തിന് പ്രത്യേക നിയമങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന പ്രക്രിയയിലൂടെയും തത്വങ്ങളുടെയും മാത്രമേ ഗവൺമെന്റിന് അതിൻ്റെ ചുമതലകൾ നിറവേറ്റാൻ കഴിയൂ. കുറ്റവാളികൾക്ക് പോലീസ് തന്നെ നേരിട്ട് ശിക്ഷ കൊടുക്കുന്നതല്ലേ നല്ലത്? ഇവിടെ ഒരു ചോദ്യമാണ്. പോലീസിന് ശിക്ഷിക്കാനുള്ള അധികാരമില്ല. കുറ്റകൃത്യം തെളിയിക്കപ്പെടാതെ ഒരാളും കുറ്റവാളിയാകുന്നില്ല. അതുകൊണ്ട് തന്നെ ശിക്ഷ കൊടുക്കേണ്ടത് കോടതിയാണ്. അടുത്തത് ഭരണഘടനാ വ്യവസ്ഥ. ആധുനിക ജനാധിപത്യ വ്യവസ്ഥകളെല്ലാം തന്നെ ഭരണഘടന അനുസൃതമായാണ് പ്രവർത്തിക്കുന്നത്. രാഷ്ട്രത്തിന്റെ അധികാരം അടിസ്ഥാനമാക്കിയ നിയമങ്ങൾ, പൗരരുടെ അവകാശങ്ങൾ എന്നിവ പ്രതിപാദിച്ചിരിക്കുന്ന അടിസ്ഥാന പ്രമാണമാണ് ഭരണഘടന. രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾക്കൊപ്പം പൗരരുടെ മൗലികാവകാശങ്ങളും ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പൗരരുടെ മൗലികാവകാശങ്ങൾ കൈകടത്താൻ ഗവൺമെന്റിന് ചില പരിധികളുണ്ടായിരിക്കും. ഭരണഘടനാ വ്യവസ്ഥ, കോൺസ്റ്റിറ്റ്യൂഷണലിസം. ആധുനിക ജനാധിപത്യ വ്യവസ്ഥകളെല്ലാം തന്നെ ഭരണഘടന അനുസൃതമായാണ് പ്രവർത്തിക്കുന്നത്. രാഷ്ട്രത്തിന്റെ അധികാരം അടിസ്ഥാനമാക്കിയ നിയമങ്ങൾ, പൗരരുടെ അവകാശങ്ങൾ എന്നിവ പ്രതിപാദിച്ചിരിക്കുന്ന അടിസ്ഥാന പ്രമാണമാണ് ഭരണഘടന. രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾക്കൊപ്പം പൗരരുടെ മൗലികാവകാശങ്ങളും ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പൗരരുടെ മൗലികാവകാശങ്ങൾ കൈകടത്താൻ ഗവൺമെന്റിന് ചില പരിധികളുണ്ടായിരിക്കും. അടുത്തത് അധികാരം വേർതിരിക്കൽ. ഗവൺമെന്റിന്റെ ഘടകങ്ങളായ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങൾ തമ്മിലുള്ള അധികാര വേർതിരിവ് ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മൂന്ന് വിഭാഗങ്ങളും അവരവരുടെ മേഖലയിൽ സ്വതന്ത്രമായി നിലനിൽക്കുന്നതിനോടൊപ്പം മറ്റു ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു. ഈ അധികാരങ്ങളെല്ലാം ഒരു വിഭാഗത്തിൽ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അത് സ്വേച്ഛാധിപത്യത്തിലേക്ക് നയിക്കുകയും ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും അപകടത്തിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അധികാരം വേർതിരിക്കൽ. ഗവൺമെന്റിന്റെ ഘടകങ്ങളായ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങൾ തമ്മിലുള്ള അധികാര വേർതിരിവ് ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്ന് വിഭാഗങ്ങളും പ്രത്യേകമായിരിക്കണം. എന്നാൽ അവരുടെ മേഖലയിൽ സ്വതന്ത്രമായി നിലനിൽക്കുന്നതിനോടൊപ്പം മറ്റു ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. എന്നാൽ മാത്രമേ ജനാധിപത്യ സമ്പ്രദായം നിലനിൽക്കൂ. ഇല്ലെങ്കിൽ ഇത് മൂന്നും ഒരുമിച്ചാണെങ്കിൽ അതൊരു സ്വേച്ഛാധിപത്യ ഭരണമായിരിക്കും. അടുത്തത് തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും. ആധുനിക ജനാധിപത്യ രാഷ്ട്രങ്ങൾ പൊതുവെ പിന്തുടരുന്നത് പരോക്ഷ ജനാധിപത്യ വ്യവസ്ഥയാണെന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തല്ലോ. പരോക്ഷ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ഭരണം, എന്നാൽ ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നു എന്നാണ് അർത്ഥം. ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന സമ്പ്രദായമാണ് തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നീതിപൂർവകവും കൃത്യമായ ഇടവേളകളിലുമായിരിക്കണം. ഇതിനായി രാഷ്ട്രത്തിന്റെ ഭരണഘടനയിൽ വോട്ടവകാശം, തെരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം തുടങ്ങിയവയെ സംബന്ധിക്കുന്ന അടിസ്ഥാന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തേണ്ടതാണ്. ആധുനിക ജനാധിപത്യ രാഷ്ട്രങ്ങൾ പൊതുവെ പിന്തുടരുന്നത് പരോക്ഷ ജനാധിപത്യ വ്യവസ്ഥയാണെന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. പരോക്ഷ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ഭരണം, എന്നാൽ ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നു എന്നാണ് അർത്ഥം. ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന സമ്പ്രദായമാണ് തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നീതിപൂർവകവും കൃത്യമായ ഇടവേളകളിലുമായിരിക്കണം. ഇതിനായി രാഷ്ട്രത്തിന്റെ ഭരണഘടനയിൽ വോട്ടവകാശം, തിരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം തുടങ്ങിയവയെ സംബന്ധിക്കുന്ന അടിസ്ഥാന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. മതേതരത്വം എന്ന ആശയത്തിന്റെ അടിസ്ഥാനം രാഷ്ട്രവും മതവും തമ്മിലുള്ള കൃത്യമായ വേർതിരിവാണ്. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതം ഉണ്ടായിരിക്കുകയില്ല. അതേസമയം പൗരർക്ക് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. രാഷ്ട്രം എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കും. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ മതേതരത്വം രണ്ട് രീതിയിൽ പ്രസക്തമാണ്. ഒന്നാമതായി അത് മതങ്ങളെ ന്യൂനപക്ഷ ഭൂരിപക്ഷ ഭേദമന്യേ തുല്യമായി പരിഗണിക്കുന്നു. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതം ഇല്ലാത്തതുകൊണ്ട് തന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും സമുദായത്തോട് വിവേചനം കാണിക്കില്ല. മറ്റൊന്ന്, അത് പൗരർക്ക് വിശ്വാസ സ്വാതന്ത്ര്യത്തോടൊപ്പം തുല്യനീതിയും അവകാശങ്ങളും നൽകുന്നു. മതേതരത്വം, സെക്യുലറിസം എന്ന ആശയത്തിന്റെ അടിസ്ഥാനം രാഷ്ട്രവും മതവും തമ്മിലുള്ള കൃത്യമായ വേർതിരിവാണ്. രാഷ്ട്രത്തിന് ഒരു ഔദ്യോഗിക മതം ഉണ്ടായിരിക്കുകയില്ല. അതേസമയം പൗരർക്ക് ഏതു മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. രാഷ്ട്രം എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കും. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ മതേതരത്വം രണ്ട് രീതിയിൽ പ്രസക്തമാണ്. ഒന്നാമതായി അത് മതങ്ങളെ ന്യൂനപക്ഷ ഭൂരിപക്ഷ ഭേദമന്യേ തുല്യമായി പരിഗണിക്കുന്നു. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതം ഇല്ലാത്തതുകൊണ്ട് തന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും സമുദായത്തോടെ വിവേചനം കാണിക്കില്ല. മറ്റൊന്ന്, അത് പൗരർക്ക് വിശ്വാസ സ്വാതന്ത്ര്യത്തോടൊപ്പം തുല്യനീതിയും അവകാശങ്ങളും നൽകുന്നു. അടുത്തത് രാഷ്ട്രീയ പാർട്ടികൾ. ആധുനിക ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അത്യന്താപേക്ഷിത ഘടകമാണ്. ജനാധിപത്യത്തിൽ രാഷ്ട്രീയ അവബോധം സൃഷ്ടിക്കുന്നതിലും പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിലും ഇവ പ്രധാന പങ്ക് വഹിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ ഒരു ജനാധിപത്യത്തിന്റെ പ്രവർത്തനത്തെ സുഗമമാക്കുന്നു. ഇവർ നടത്തുന്ന സമ്മേളനങ്ങളും ജാഥകളും പ്രസംഗങ്ങളും ജനാധിപത്യത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ വിദ്യാഭ്യാസ പരിപാടികളാണ്. പൊതുജനാഭിപ്രായം തങ്ങൾക്കനുകൂലമാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് രാഷ്ട്രീയ അധികാരം നേടുക എന്നതും രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യമാണ്.
രാഷ്ട്രീയ പാർട്ടികൾ ആധുനിക ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അത്യന്താപേക്ഷിത ഘടകമാണ്. ജനാധിപത്യത്തിൽ രാഷ്ട്രീയ അവബോധം സൃഷ്ടിക്കുന്നതിലും പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിലും ഇവ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ഒരു ജനാധിപത്യത്തിൻ്റെ പ്രവർത്തനത്തെ സുഗമമാക്കുന്നു. ഇവർ നടത്തുന്ന സമ്മേളനങ്ങളും ജാഥകളും പ്രസംഗങ്ങളും ജനാധിപത്യത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ വിദ്യാഭ്യാസ പരിപാടികളാണ്. പൊതുജനാഭിപ്രായം തങ്ങൾക്ക് അനുകൂലമാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് രാഷ്ട്രീയ അധികാരം നേടുക എന്നതും രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യമാണ്. അടുത്തത് പ്രതിപക്ഷം. ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷം പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത്. പ്രതിപക്ഷത്തിന് ഗവൺമെന്റിനെ വിമർശിക്കാനും വിലയിരുത്താനും സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം. പ്രതിപക്ഷത്തിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യമാണ് ആരോഗ്യകരമായ ജനാധിപത്യത്തിന്റെ ലക്ഷണം. ക്രിയാത്മകമായ പ്രതിപക്ഷം ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സൂക്ഷ്മമായി പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. ഭരണത്തിന്റെ തെറ്റായ നയങ്ങളെ വിമർശിക്കുന്നതിനോടൊപ്പം അവയെ തിരുത്തുന്നതിന് വേണ്ടി പൊതുജനാഭിപ്രായം സ്വരൂപിക്കുകയും ബദൽ നയങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. പ്രതിപക്ഷമാണ് ജനാധിപത്യത്തെ കൂടുതൽ ചലനാത്മകമാക്കുന്നത്. അവർ സംഘടിപ്പിക്കുന്ന ജാഥകളും സമ്മേളനങ്ങളും പ്രകടനങ്ങളുമെല്ലാം രാഷ്ട്രീയ വ്യവസ്ഥയെ കൂടുതൽ സജീവമാക്കുന്നു. പ്രതിപക്ഷത്തെ നിരോധിക്കുകയോ നിയന്ത്രിക്കുകയോ പ്രതിപക്ഷ നേതാക്കളെ തുറുങ്കിലടയ്ക്കുകയോ ചെയ്യുന്ന രാഷ്ട്രീയ വ്യവസ്ഥ ജനാധിപത്യത്തിന് ഗുണമല്ല. അപ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷം എന്നത് പ്രധാനപ്പെട്ട ഒരു പങ്കാണ് വഹിക്കുന്നത്. പ്രതിപക്ഷത്തിന് ഗവൺമെന്റിനെ വിമർശിക്കാനും വിലയിരുത്താനും സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം. പ്രതിപക്ഷത്തിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യമാണ് ആരോഗ്യകരമായ ജനാധിപത്യത്തിന്റെ ലക്ഷണം. ക്രിയാത്മകമായ പ്രതിപക്ഷം ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സൂക്ഷ്മമായി പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. ഭരണത്തിന്റെ തെറ്റായ നയങ്ങളെ വിമർശിക്കുന്നതിനോടൊപ്പം അവയെ തിരുത്തുന്നതിന് വേണ്ടി പൊതുജനാഭിപ്രായം സ്വരൂപിക്കുകയും ബദൽ നയങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. പ്രതിപക്ഷമാണ് ജനാധിപത്യത്തെ കൂടുതൽ ചലനാത്മകമാക്കുന്നത്. അവർ സംഘടിപ്പിക്കുന്ന ജാഥകളും സമ്മേളനങ്ങളും പ്രകടനങ്ങളുമെല്ലാം രാഷ്ട്രീയ വ്യവസ്ഥയെ കൂടുതൽ സജീവമാക്കുന്നു. പ്രതിപക്ഷത്തെ നിരോധിക്കുകയോ നിയന്ത്രിക്കുകയോ പ്രതിപക്ഷ നേതാക്കളെ തുറുങ്കിലടയ്ക്കുകയോ ചെയ്യുന്ന രാഷ്ട്രീയ വ്യവസ്ഥ ജനാധിപത്യത്തിന് ഗുണമല്ല. നമ്മളിതുവരെ ജനാധിപത്യ ഗവൺമെൻറ്റുകളെക്കുറിച്ചും അതിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചുമാണ് നോക്കിയിരുന്നത്. എന്നാൽ ജനാധിപത്യം പാലിക്കാത്ത ഗവൺമെൻറ്റുകളും ലോകത്ത് നിലവിലുണ്ട്. അപ്പോൾ ജനാധിപത്യ വ്യവസ്ഥയിൽ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ആദ്യം ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് സ്വാതന്ത്ര്യം. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. പിന്നെ സമത്വം, നീതി, വിവിധതരം അവകാശങ്ങൾ, നിയമവാഴ്ച, അധികാരം വേർതിരിക്കൽ, തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും, മതേതരത്വം, രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷം എന്നിവയൊക്കെയാണ് ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ. ഇനി നമുക്ക് ജനാധിപത്യമല്ലാതെ ഉണ്ടായിരുന്ന പഴയ രൂപത്തിലുള്ള ഗവൺമെൻറ്റുകൾ: രാജവാഴ്ച, സ്വേച്ഛാധിപത്യം, സൈനിക സ്വേച്ഛാധിപത്യം, പാർട്ടി സ്വേച്ഛാധിപത്യം, മതരാഷ്ട്രം എന്നിങ്ങനെ കുറേ ഗവൺമെൻറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. രാജവാഴ്ച ഏറ്റവും പഴയ രൂപത്തിലുള്ള ഗവൺമെൻറ്റാണ് രാജവാഴ്ച. അധികാരം പാരമ്പര്യമായാണ് കൈമാറ്റം ചെയ്യുന്നത്. രാഷ്ട്രത്തിൻ്റെ അധികാരം മുഴുവൻ രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയിൽ നിക്ഷിപ്തമായിരിക്കും. രാജവാഴ്ചയെക്കുറിച്ച് എല്ലാവർക്കും അറിവുണ്ടായിരിക്കും. അപ്പോൾ രാജവാഴ്ച ഏറ്റവും പഴയ രൂപത്തിലുള്ള ഗവൺമെൻറ്റാണ്. അത് പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്യുന്നത്. അപ്പോൾ ഒരു രാജാവ്, ആ രാജാവിൻ്റെ മകൻ പിന്നെ അടുത്ത രാജാവാവും. അങ്ങനെ പാരമ്പര്യമായിട്ടുള്ള ഒരു സമ്പ്രദായമാണ് രാജവാഴ്ച അഥവാ മൊണാർക്കി. അടുത്തത് സ്വേച്ഛാധിപത്യം. രാഷ്ട്രത്തിൻ്റെ അധികാരം മുഴുവൻ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കും. രാഷ്ട്രത്തിൻ്റെ പരമോന്നത നേതാവായി മാറുന്ന വ്യക്തിയെ ചോദ്യം ചെയ്യാനോ വിമർശിക്കാനോ ആർക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുകയില്ല. തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാത്തരം ജനാധിപത്യ സംവിധാനങ്ങളും നിരോധിച്ചിരിക്കും. സ്വേച്ഛാധിപത്യം, ഹിറ്റ്ലറുടെയൊക്കെ പോലെ സ്വേച്ഛാധിപതിയായി വാഴുക, അങ്ങനെയുള്ള ഒരു സ്വേച്ഛാധിപത്യം. ഡിക്റ്റേറ്റർഷിപ്പ്. രാഷ്ട്രത്തിൻ്റെ അധികാരം മുഴുവൻ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കും. രാഷ്ട്രത്തിൻ്റെ പരമോന്നത നേതാവായി മാറുന്ന വ്യക്തിയെ ചോദ്യം ചെയ്യാനോ വിമർശിക്കാനോ ആർക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുകയില്ല. തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാത്തരം ജനാധിപത്യ സംവിധാനങ്ങളും നിരോധിച്ചിരിക്കും. അടുത്തത് സൈനിക സ്വേച്ഛാധിപത്യം, മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്. സൈന്യം നേരിട്ട് ഭരണം നടത്തുന്ന ഒരു സമ്പ്രദായമാണ് സൈനിക സ്വേച്ഛാധിപത്യം. ജനാധിപത്യ അവകാശങ്ങളോ ജനാധിപത്യത്തിൻ്റെ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടായിരിക്കുകയില്ല. പ്രതിഷേധങ്ങളെയും വിമർശനങ്ങളെയും സൈനിക ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്തുന്നു. അപ്പോൾ സൈന്യം നേരിട്ട് ഭരണം നടത്തുന്നതാണ് സൈനിക സ്വേച്ഛാധിപത്യം. ജനാധിപത്യ അവകാശങ്ങളോ ജനാധിപത്യത്തിൻ്റെ മറ്റ് സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. അവിടെ പ്രതിഷേധങ്ങളെയും വിമർശനങ്ങളെയും സൈനിക ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്തുന്നു. അടുത്തത് പാർട്ടി സ്വേച്ഛാധിപത്യം. ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രം ഭരണം നടത്തുന്നു. രാഷ്ട്രത്തിൻ്റെ അധികാരങ്ങൾ മുഴുവൻ പാർട്ടിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള ജനാധിപത്യ മൂല്യങ്ങൾ പൂർണ്ണമായും വിലക്കിയിരിക്കുന്നു. പാർട്ടി സ്വേച്ഛാധിപത്യം, അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രം ഭരണം നടത്തുന്നു. വേറെ പ്രതിപക്ഷ പാർട്ടികളൊന്നും തന്നെയില്ല. അതൊരു സ്വേച്ഛാധിപത്യ ഭരണമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള ജനാധിപത്യ മൂല്യങ്ങൾ പൂർണ്ണമായും അവിടെ വിലക്കിയിരിക്കുന്നു.
മതരാഷ്ട്രം. മതനിയമങ്ങൾ അനുസരിച്ച് പുരോഹിതർ നേരിട്ട് രാഷ്ട്രഭരണം നടത്തുന്നു. രാഷ്ട്രത്തിൻ്റെ ഔദ്യോഗിക മതമായിരിക്കും നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനം. ഔദ്യോഗിക മതം വിശ്വസിക്കാനും പിന്തുടരാനും എല്ലാവരും നിർബന്ധിതരായിരിക്കും. മതരാഷ്ട്രം. മതനിയമങ്ങൾ അനുസരിച്ച് പുരോഹിതർ നേരിട്ട് രാഷ്ട്രഭരണം നടത്തുന്നു. രാഷ്ട്രത്തിൻ്റെ ഔദ്യോഗിക മതമായിരിക്കും നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനം. ഔദ്യോഗിക മതം വിശ്വസിക്കാനും പിന്തുടരാനും എല്ലാവരും നിർബന്ധിതരായിരിക്കും. ഇപ്പോഴും പല രാജ്യങ്ങളിലും ഇങ്ങനത്തെ ഭരണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യൻ ജനാധിപത്യം. അടുത്തത് ഇന്ത്യൻ ജനാധിപത്യം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന ജനാധിപത്യ പ്രക്രിയ ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടായിരിക്കില്ല. തിരഞ്ഞെടുപ്പുകൾ ജനാധിപത്യ വ്യവസ്ഥയിൽ അനിവാര്യ ഘടകമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അത് ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന ജനാധിപത്യ പ്രക്രിയ ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടായിരിക്കില്ല. കാരണം ഇന്ത്യൻ ജനസംഖ്യയാണ് ഏറ്റവും കൂടുതലാണ് ഇന്ത്യൻ ജനസംഖ്യ എന്നും. എന്തുകൊണ്ടാണ് ഇന്ത്യ ജനാധിപത്യം സ്വീകരിച്ചത്? ജനാധിപത്യ മൂല്യങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും അതിൻ്റെ നേതൃത്വത്തെയും വളരെയധികം സ്വാധീനിച്ചിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിലെ പ്രക്ഷോഭങ്ങളെല്ലാം ജനാധിപത്യ രീതികൾ അവലംബിച്ചിരുന്നു. അതുപോലെ തന്നെ സാംസ്കാരികമായും ഭൂമിശാസ്ത്രപരമായും ഇത്രയധികം വൈവിധ്യങ്ങളുള്ള പ്രദേശത്തെ രാഷ്ട്രീയമായി ഏകീകരിക്കണമെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അന്നത്തെ നേതാക്കന്മാർ മനസ്സിലാക്കിയിരുന്നു. വ്യത്യസ്ത ആശയങ്ങൾ സംവദിക്കുന്നതിനുള്ള വേദിയൊരുക്കുന്നത് ജനാധിപത്യം മാത്രമാണ്. ഭരണകൂടങ്ങളുടെ സമാധാനപരമായ അധികാര കൈമാറ്റവും അതുപോലെ ജനങ്ങളുടെ പരാതികളും പ്രതിഷേധങ്ങളും രേഖപ്പെടുത്താൻ അവസരം നൽകുന്നതും ജനാധിപത്യ വ്യവസ്ഥയിൽ മാത്രമാണെന്ന് സ്വതന്ത്ര ഇന്ത്യയുടെ ശില്പികൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ വ്യവസ്ഥ നടപ്പാക്കാൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കുകയും ചെയ്തു. അടുത്തത് ഇന്ത്യയിലെ പാർലമെൻ്ററി വ്യവസ്ഥ. പാർലമെൻ്ററി വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ പാർലമെൻറ്റിന് 2 സഭകളാണുള്ളത്. ഉപരിസഭയായി രാജ്യസഭയും അധോസഭയായി ലോകസഭയും. ലോകസഭയിൽ ഭൂരിപക്ഷം നേടുന്ന പാർട്ടിയോ മുന്നണിയോ ആയിരിക്കും മന്ത്രിസഭ രൂപീകരിക്കുന്നത്. രാഷ്ട്രത്തലവൻ പ്രസിഡന്റ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും. യഥാർത്ഥ അധികാരങ്ങൾ നിർവഹിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയായിരിക്കും. മന്ത്രിസഭയ്ക്ക് പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കും. ലോകസഭയിൽ അവിശ്വാസ പ്രമേയം പാസാക്കുന്നതിലൂടെ മന്ത്രിസഭയെ അധികാരത്തിൽ നിന്നും പുറത്താക്കാവുന്നതാണ്. അടിയന്തര പ്രമേയം, ചോദ്യോത്തരവേള, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം, ശൂന്യവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ പാർലമെന്റിന് മന്ത്രിസഭയുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഇന്ത്യ പാർലമെൻ്ററി വ്യവസ്ഥയാണ് ഫോളോ ചെയ്യുന്നത്. ഇന്ത്യയുടെ പാർലമെൻറ്റിന് 2 സഭകളാണുള്ളത്. ഉപരിസഭയായി രാജ്യസഭയും അധോസഭയായി ലോകസഭയും. ലോകസഭയിൽ ഭൂരിപക്ഷം നേടുന്ന പാർട്ടിയോ മുന്നണിയോ ആയിരിക്കും മന്ത്രിസഭ രൂപീകരിക്കുന്നത്. രാഷ്ട്രത്തലവൻ പ്രസിഡന്റ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും. യഥാർത്ഥ അധികാരങ്ങൾ നിർവഹിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയായിരിക്കും. മന്ത്രിസഭയ്ക്ക് പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കും. ലോകസഭയിൽ അവിശ്വാസ പ്രമേയം പാസാക്കുന്നതിലൂടെ മന്ത്രിസഭയെ അധികാരത്തിൽ നിന്നും പുറത്താക്കാവുന്നതാണ്. അടിയന്തര പ്രമേയം, ചോദ്യോത്തരവേള, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം, ശൂന്യവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ പാർലമെന്റിന് മന്ത്രിസഭയുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയും. അവിശ്വാസ പ്രമേയം പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നിലവിലുള്ള മന്ത്രിസഭയിൽ ലോകസഭയ്ക്ക് വിശ്വാസമില്ല എന്ന് രേഖപ്പെടുത്തി സഭയിൽ അവതരിപ്പിക്കുന്ന പ്രമേയമാണ് അവിശ്വാസ പ്രമേയം. പാർലമെന്ററി സംവിധാനത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയുടെ വിശ്വാസം നിലനിർത്തിയാൽ മാത്രമേ അധികാരത്തിൽ തുടരാൻ കഴിയുകയുള്ളൂ. ഭൂരിപക്ഷ അംഗങ്ങൾ ചേർന്ന് പാർലമെന്റിൽ അവിശ്വാസ പ്രമേയം പാസാക്കിയാൽ മന്ത്രിസഭയ്ക്ക് അധികാരം നഷ്ടമാകും. അപ്പോൾ ഒരു നിലവിലുള്ള മന്ത്രിസഭയിൽ ലോകസഭയ്ക്ക് വിശ്വാസമില്ല എന്ന് രേഖപ്പെടുത്തിയിട്ട് സഭയിൽ അവതരിപ്പിക്കുന്ന പ്രമേയമാണ് അവിശ്വാസ പ്രമേയം. പാർലമെന്ററി സംവിധാനത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയുടെ വിശ്വാസം നിലനിർത്തിയാൽ മാത്രമേ അധികാരത്തിൽ തുടരാൻ കഴിയുകയുള്ളൂ. ഭൂരിപക്ഷ അംഗങ്ങൾ ചേർന്ന് പാർലമെന്റിൽ അവിശ്വാസ പ്രമേയം പാസാക്കിയാൽ മന്ത്രിസഭയ്ക്ക് അധികാരം നഷ്ടമാകും. അടുത്തത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഇന്ത്യയിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ 326 അനുച്ഛേദം അനുസരിച്ച് ജാതി, മത, ലിംഗ, വർഗ വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ഇന്ത്യയിൽ എല്ലാ പൗരർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഭരണഘടന പ്രാബല്യത്തിൽ വന്നപ്പോൾ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. എന്നാൽ 61-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 1989 തിരഞ്ഞെടുപ്പ് മുതൽ വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി 18 വയസ്സായി കുറച്ചു. നിരക്ഷരത കൂടിയ ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കുന്നതിനെ നിരവധി പേർ എതിർത്തിരുന്നു. എന്നാൽ ഇന്ത്യയിലെ എല്ലാ പൗരർക്കും വോട്ടവകാശം വേണമെന്ന നിലപാടാണ് ജവഹർലാൽ നെഹ്റു സ്വീകരിച്ചത്. ആധുനിക ജനാധിപത്യ സമ്പ്രദായം ഉദയം കൊണ്ട യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും അതിൻ്റെ ആരംഭത്തിൽ തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും വോട്ടവകാശം ലഭിച്ചിരുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ സ്വീകരിച്ച സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 326-ാം അനുച്ഛേദത്തിലാണ് ജാതി, മത, ലിംഗ, വർഗ വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ഇന്ത്യയിലെ എല്ലാ പൗരർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നത്. ഭരണഘടന പ്രാബല്യത്തിൽ വന്നപ്പോൾ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നുവെങ്കിൽ എന്നാൽ 61-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 1989 തിരഞ്ഞെടുപ്പ് മുതൽ വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി 18 വയസ്സായിട്ട് കുറച്ചു.
നിരക്ഷരത കൂടിയ ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കുന്നതിന് നിരവധി പേർ എതിർത്തിരുന്നു. എന്നാൽ ഇന്ത്യയിലെ എല്ലാ പൗരർക്കും വോട്ടവകാശം വേണമെന്ന നിലപാടാണ് ജവഹർലാൽ നെഹ്റു സ്വീകരിച്ചത്. ആധുനിക ജനാധിപത്യ സമ്പ്രദായം ഉദയം കൊണ്ട യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും അതിൻ്റെ ആരംഭത്തിൽ തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും വോട്ടവകാശം ലഭിച്ചിരുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ സ്വീകരിച്ച സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഇവിടെ രണ്ടുപേരുടെ ഒരു സംസ്ഥാനം കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടനും അമേരിക്കയും പോലുള്ള വികസിത രാഷ്ട്രങ്ങൾ പോലും ജനാധിപത്യം നടപ്പിലാക്കി ഏറെ നാളുകൾക്ക് ശേഷമാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയതെന്ന് അത്ഭുതപ്പെടുത്തുന്നു. അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളിലും ആഫ്രോ അമേരിക്കൻ ജനതയ്ക്ക് വോട്ടവകാശം അനുവദിച്ചത് 1960കളിൽ മാത്രമാണ്. അടുത്തത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ്. ഇന്ത്യയിൽ ദേശീയ സംസ്ഥാന തലങ്ങളിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ഗവൺമെൻറ് രൂപീകരിക്കുന്നത്. 5 വർഷമാണ് ഗവൺമെൻറ്റുകളുടെ കാലാവധി. 5 വർഷം കഴിയുമ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുകയും പുതിയ ഗവൺമെൻറ് അധികാരത്തിലെത്തുകയും ചെയ്യുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഭരണസമിതികൾ രൂപീകരിക്കുന്നത് തെരഞ്ഞെടുപ്പുകളിലൂടെയാണ്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന 5 വർഷം കൂടുമ്പോഴാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഈ അടുത്ത സമയത്ത് ഇതിന് പ്രസക്തിയേറെയാണ്. അപ്പോൾ ജാതി, മത, ലിംഗ, സാമ്പത്തിക ഭേദമന്യേ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിനും പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുമുള്ള അവകാശം എല്ലാ ഇന്ത്യൻ പൗരർക്കും ഉണ്ടായിരിക്കും. ഇന്ത്യയിൽ സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിലുണ്ട്. അപ്പോൾ ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ഭരണഘടനാ സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ സ്ഥാനങ്ങളിലേക്കും പാർലമെൻറ്റ്, സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ എന്നിവിടങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർമാരും അടങ്ങുന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഘടന. അപ്പോൾ ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ സ്ഥാനങ്ങളിലേക്കും പാർലമെൻറ്റ്, സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ എന്നിവിടങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർമാരും അടങ്ങുന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഘടന. അപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അടുത്തത് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയും നീതിന്യായ പുനരവലോകനവും. ഏറ്റവും മുകളിൽ സുപ്രീം കോടതിയും തൊട്ടു താഴെയായി ഹൈക്കോടതിയും അതിന് താഴെയായി കീഴ്ക്കോടതികളും ഉൾപ്പെടുന്നതാണ് ഇന്ത്യയുടെ നീതിന്യായ സംവിധാനം. നീതിന്യായ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിൽ നിന്നും സ്വതന്ത്രമാണ്. നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനായി ന്യായാധിപർക്ക് കൃത്യമായ സേവന കാലാവധിയുണ്ട്. ന്യായാധിപരുടെ സേവന വേതന വ്യവസ്ഥകളിൽ ഇടപെടുന്നതിന് കാര്യനിർവഹണ നിയമനിർമ്മാണ വിഭാഗങ്ങൾക്ക് ഭരണഘടന പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. കോടതിയാണ് ഭരണഘടനയുടെ സംരക്ഷകൻ. ഈ അർത്ഥത്തിൽ നീതിന്യായ പുനരവലോകനത്തിലൂടെ എക്സിക്യൂട്ടീവിൻ്റെയും നിയമനിർമ്മാണ സഭയുടെയും ഭരണഘടനാ വിരുദ്ധമായ നടപടികൾ അസാധുവായി പ്രഖ്യാപിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. എന്താണ് നീതിന്യായ പുനരവലോകനം? നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങളും കാര്യനിർവഹണ വിഭാഗത്തിലെ നടപടികളും ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ സുപ്രീം കോടതിക്ക് അത് റദ്ദാക്കാനുള്ള അധികാരമുണ്ട്. നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങളും കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ നടപടികളും ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ സുപ്രീം കോടതിക്ക് അത് റദ്ദാക്കാനുള്ള അധികാരമുണ്ട്. കോടതിയുടെ ഈ അധികാരത്തെയാണ് നീതിന്യായ പുനരവലോകനം എന്ന് പറയുന്നത്. ഏറ്റവും മുകളിൽ സുപ്രീം കോടതിയും തൊട്ട് താഴെയായിട്ട് ഹൈക്കോടതിയും അതിന് താഴെ കീഴ്ക്കോടതിയിൽ ഉൾപ്പെടുന്നതാണ് ഇന്ത്യയുടെ നീതിന്യായ സംവിധാനം. നീതിന്യായ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിൽ നിന്നൊക്കെ സ്വതന്ത്രമാണ്. നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനായിട്ട് ന്യായാധിപർക്ക് കൃത്യമായ സേവന കാലാവധിയൊക്കെയുണ്ട്. അടുത്തത് ഇന്ത്യയിലെ പാർട്ടി സമ്പ്രദായം. ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് രാഷ്ട്രീയ പാർട്ടികൾ നിർവഹിക്കുന്നത്. സ്വാതന്ത്ര്യലബ്ധി മുതൽ ബഹുകക്ഷി വ്യവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മുതൽ 1967 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആധിപത്യമായിരുന്നു പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരം നിലനിർത്തിയെങ്കിലും പല സംസ്ഥാനങ്ങളിലും അവർക്ക് അധികാരം നഷ്ടമായി. 1989 തെരഞ്ഞെടുപ്പ് മുതൽ ഇന്ത്യയിൽ ഒന്നിൽ കൂടുതൽ പാർട്ടികൾ ചേർന്ന് ഗവൺമെൻറ് രൂപീകരിക്കുന്ന മുന്നണി സമ്പ്രദായം നിലവിൽ വന്നു. ബഹുകക്ഷി സമ്പ്രദായം. ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിൽ അനേകം രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കുകയും അവ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്നതിനെയാണ് ബഹുകക്ഷി സമ്പ്രദായം എന്ന് പറയുന്നത്. ബഹുസ്വരത. ഒരു രാഷ്ട്രം എന്ന നിലയിൽ യൂറോപ്പിലെ ദേശരാഷ്ട്രങ്ങളിൽ നിന്നും ഇന്ത്യ വ്യത്യസ്തമാണ്. ഒരു സംസ്കാരം ഒരു രാഷ്ട്രം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂറോപ്പിൽ ദേശരാഷ്ട്രങ്ങൾ രൂപം കൊണ്ടത്. എന്നാൽ യൂറോപ്പിൽ നിന്നും വിഭിന്നമായി വ്യത്യസ്തമായ മതവംശീയ വിഭാഗങ്ങൾക്കും സാംസ്കാരിക ധാരകൾക്കും തുല്യ അവകാശങ്ങളും പ്രാധാന്യവും നൽകിക്കൊണ്ടാണ് ഇന്ത്യ എന്ന രാഷ്ട്രം നിലവിൽ വന്നത്. ഈ വ്യത്യസ്തതകളെ രാഷ്ട്രീയമായി ഉൾക്കൊള്ളുന്നതിനാണ് നാം ഒരു ഫെഡറൽ വ്യവസ്ഥ സ്വീകരിച്ചിട്ടുള്ളത്. മതഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മൗലികാവകാശത്തിൽ ഉൾപ്പെടുത്തി പ്രത്യേക സംരക്ഷണം നൽകുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ 22 ഭാഷകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോത്രവിഭാഗങ്ങളുടെ സംരക്ഷണത്തിനായുള്ള പ്രത്യേക വ്യവസ്ഥകൾ 5ഉം 6ഉം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാംസ്കാരികവും സാമൂഹികവുമായ പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ട് ചില സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി നൽകിയിട്ടുണ്ട്. ഇന്ത്യ ഒരു
ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ട്. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതം ഇല്ല. എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കുന്നു. പൗരർക്ക് ഏതു മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ഇന്ത്യയുടെ ഈ വൈവിധ്യങ്ങളെല്ലാം പ്രതിനിധീകരിക്കുന്ന വേദിയാണ് ഇന്ത്യൻ പാർലമെന്റ്. അപ്പോൾ ഒരു രാഷ്ട്രം എന്ന നിലയിൽ യൂറോപ്പിലെ ദേശരാഷ്ട്രങ്ങളിൽ നിന്നും ഇന്ത്യ വ്യത്യസ്തമാണ്. ഒരു സംസ്കാരം ഒരു രാഷ്ട്രം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂറോപ്പിൽ ദേശരാഷ്ട്രങ്ങൾ രൂപം കൊണ്ടത്. എന്നാൽ യൂറോപ്പിൽ നിന്നും വിഭിന്നമായിട്ട് വ്യത്യസ്തമായ മത വംശീയ വിഭാഗങ്ങൾക്കും സാംസ്കാരിക ധാരകൾക്കും തുല്യ അവകാശങ്ങളും പ്രാധാന്യവും നൽകിക്കൊണ്ടാണ് ഇന്ത്യ എന്ന രാഷ്ട്രം നിലവിൽ വന്നത്. ഈ വ്യത്യസ്തതകളെ രാഷ്ട്രീയമായി ഉൾക്കൊള്ളുന്നതിനാണ് നാം ഒരു ഫെഡറൽ വ്യവസ്ഥ സ്വീകരിച്ചിട്ടുള്ളത്. മത ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മൗലികാവകാശത്തിൽ ഉൾപ്പെടുത്തി പ്രത്യേക സംരക്ഷണം നൽകുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാം പട്ടികയിൽ 22 ഭാഷകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 8-ാം പട്ടികയിലുള്ളത് 22 ഭാഷകളാണെന്ന് ഓർത്ത് വയ്ക്കുക, എക്സാമിന് ചോദിക്കാം. അതുപോലെ തന്നെ ഗോത്ര വിഭാഗങ്ങളുടെ സംരക്ഷണത്തിനായുള്ള പ്രത്യേക വ്യവസ്ഥകൾ 5ഉം 6ഉം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 5ഉം 6ഉം പട്ടികയിൽ ഗോത്ര വിഭാഗങ്ങളുടെ സംരക്ഷണത്തിനായുള്ള പ്രത്യേക വ്യവസ്ഥകളെക്കുറിച്ചാണ് പറയുന്നത്. ഇതൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻ വരാം, SCRTയിൽ ഉള്ളത് കൊണ്ട് തന്നെ പഠിക്കേണ്ടതാണ്. സാംസ്കാരികവും സാമൂഹികവുമായ പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ട് ചില സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി നൽകിയിട്ടുണ്ട്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ട്. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതം ഇല്ല. എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കുന്നു. പൗരർക്ക് ഏതു മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ഇന്ത്യയുടെ ഈ വൈവിധ്യങ്ങളെയെല്ലാം പ്രതിനിധീകരിക്കുന്ന വേദിയാണ് ഇന്ത്യൻ പാർലമെന്റ്. മുന്നണി ഗവൺമെന്റ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാർലമെന്റിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിൽ ഒന്നിൽ കൂടുതൽ പാർട്ടികൾ ചേർന്ന് മുന്നണി ഉണ്ടാക്കുകയും ഗവൺമെന്റ് രൂപീകരിക്കുകയും ചെയ്യുന്ന ഇത്തരം ഗവൺമെന്റുകളാണ് മുന്നണി ഗവൺമെന്റുകൾ. അടുത്തത് ഫെഡറൽ വ്യവസ്ഥ. എന്താണ് ഫെഡറൽ വ്യവസ്ഥ എന്നാണ് പറയുന്നത്. ഭരണഘടനാപരമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കിടയിൽ അധികാര വിഭജനം നിലനിൽക്കുന്ന വ്യവസ്ഥയാണ് ഫെഡറൽ വ്യവസ്ഥ. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിന് ഈ വ്യവസ്ഥയിൽ ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയുണ്ടായിരിക്കും. അപ്പോൾ ഭരണഘടനാപരമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കിടയിൽ അധികാര വിഭജനം നിലനിൽക്കുന്ന വ്യവസ്ഥയാണ് ഫെഡറൽ വ്യവസ്ഥ. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിന് ഈ വ്യവസ്ഥയിൽ ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ഉണ്ടായിരിക്കും. ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ മറ്റ് പല രാജ്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ സൈനിക ഭരണത്തിലേക്കും സ്വേച്ഛാധിപത്യത്തിലേക്കും മാറുകയുണ്ടായി. എന്നാൽ അതിൻ്റെ എല്ലാവിധ ശക്തി ദൗർബല്യങ്ങളോടും കൂടി ഇന്ത്യൻ ജനാധിപത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പല കാര്യങ്ങളിലും പരിമിതികളുണ്ടെങ്കിലും ജനാധിപത്യം അതിൻ്റെ പരിണാമ ദിശയിലാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ PDF ആവശ്യമുണ്ടെങ്കിൽ അത് എൻ്റെ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഓക്കെ, താങ്ക് യു.